ഭാരതീയ വിദ്യാഭവനിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഭാരതീയ വിദ്യാഭവനിൽ ലഹരി വിരുദ്ധ ദിനം സെക്രട്ടറി ഡോക്ടർ സുമതി അച്യുതൻ SPG വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ബാഡ്ജ് നൽകിക്കൊണ്ട് ആചരിച്ചു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റിയും അതിന് അടിമയായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ചും IRS കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ AM നന്ദകുമാർ കുട്ടികളിൽ അവബോധം ഉണർത്തുകയും അതോടൊപ്പം SPGയിൽ മികവ് പുലർത്തിയവർക്ക് ട്രോഫി നൽകുകയും മറ്റംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു. 144 പറഞ്ഞു. ഇതിൽ ഏകദേശം 14 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഡ്രഗ് അഡിക്ട്സോ ഡ്രഗ് ഉപയോഗിക്കുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ 14 കോടി ജനങ്ങൾ 144 14 കോടി ജനങ്ങൾ ഏകദേശം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരോ അത് ഉപയോഗിക്കുന്നവരോ ആണ് ഇന്ത്യയിൽ. ലോകത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു 811 കോടി ജനങ്ങളുണ്ട്. ഏകദേശം 30 to 35 crores ജനങ്ങൾ ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞു, അതായത് ലോകത്തിലെ ഒരു രാജ്യവും ഈ ഒരു മെനേഴ്സിൽ നിന്ന് ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് ഫ്രീ അല്ല. അതുമൂലം മരണത്തിനും ജീവിതത്തിനും ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവർ മരിച്ചതിന് വലിയ ജീവിതം എന്ന് പറയുന്നത്. കാരണം മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള ഒരു അവസ്ഥ അതാണ്. നിങ്ങൾക്ക് മയക്കുമരുന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചില മയക്കുമരുന്ന്, ഒരു കഞ്ചാവ്, മരിജുവാന, ഹാഷിഷ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം എല്ലാത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ അറിയണ്ട. അത് നിങ്ങൾ അറിയണ്ട. അപ്പം മയക്കുമരുന്നാണ്. അപ്പം ലോകത്തിലെ ഒരു ഏകദേശം കണക്ക് ആലോചിക്കുക. അപ്പം ലോകത്തിലെ 811 കോടി ജനങ്ങളുള്ളതിൽ ഏകദേശം 30 to 35 കോടി ജനങ്ങൾ മയക്കുമരുന്നിന്റെ അടിമകളാണ്. നമ്മുടെ ഇന്ത്യയിൽ 144 കോടി ജനങ്ങളുള്ളതിൽ ഏകദേശം 14 കോടി ജനങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും അടിമകളുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കേരളത്തിലാകെ പോപ്പുലേഷൻ എത്രയാണ്? എത്രയുണ്ട് പോപ്പുലേഷൻ കേരളത്തിൽ? ചുമ്മാ പറഞ്ഞാൽ മതി, വെറുതെ പറഞ്ഞാൽ മതി. 3.5 കോടി. ഇരുന്നോ? അപ്പൊ ഞാൻ തന്നെ പറയാം, കുഴപ്പമില്ല, പേടിക്കുന്നത്. അപ്പൊ 3.5 കോടി ജനങ്ങൾ ആ കേരളത്തിലുള്ള നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 3.5 കോടി ജനങ്ങളെ ഉള്ളൂ. ഞാൻ പറഞ്ഞ കണക്കെത്രയാണ്? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് 14 കോടിയാണ്. അപ്പം എത്ര 3.5 കോടിയാണ് ആകെ കേരളത്തിലുള്ള ജനങ്ങളെന്ന് ആലോചിക്കുക. അപ്പൊ അതേപോലത്തെ ഒരു 4-5 സ്റ്റേറ്റ് ഫുള്ള് മയക്കുമരുന്ന് അടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങളുടെ ചിത്രം മനസ്സിലെടുത്ത് നോക്കി. ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള 27 സ്റ്റേറ്റല്ല, 27 സ്റ്റേറ്റല്ലേ ഉള്ളത്, 27 നോക്കുക. അപ്പം അത്രയും സ്റ്റേറ്റ്, ഒരു 3-4 സ്റ്റേറ്റ് ഫുള്ള് മയക്കുമരുന്ന് കഴിക്കുന്ന അത്രയും ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ശ്രീലക്ഷ്മി ചൊല്ലിക്കൊടുത്തു. ലഹരി വിരുദ്ധ മുദ്രാവാക്യം പ്രിൻസിപ്പൽ സവിത M ബോർഡിലെഴുതി ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകി. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികൾ നടത്തിയ തുള്ളൽ, ടാബ്ലോ, കവിത, പ്രസംഗം എന്നിവയിലൂടെ ഈ ദിനത്തിന്റെ സന്ദേശം കുട്ടികളിലേക്ക് എത്തിച്ചു.
പ്രോഗ്രാം കൺവീനർമാരായ ബിന്ദു സേതുമാധവൻ, പ്രീതകുമാരി, പ്രീതി എന്നിവർ സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഗീത ഐ നന്ദി പറഞ്ഞു. Drug abuse is increasing in our country, especially among the youth, and this is a matter of concern. We pledge that we will cooperate in stopping the drug abuse, especially the youth, so that the youth of India can live like drug free, and they can become creative and important members of the society. Today we pledge that we will stay away from drugs and live a healthy life.